ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹുവായിയുടെ നോവ 8i എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണാണ്. ഞാൻ കുറച്ചായി മേടിച്ചിട്ട് അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചതാണ്. ഇതിൻ്റെ റാം 8GB ആണ്, അതേപോലെ ഇൻറ്റേർണൽ മെമ്മറി 128GB ആണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല ഒരു സിൽവർ മൂൺലൈറ്റ് സിൽവർ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന കളറ്. അപ്പോൾ മൊബൈൽ തന്നെയാണ് ആദ്യമായിട്ട് ഒരു നല്ല ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 4 ക്യാമറ വരുന്നുണ്ട്, അതുപോലെ വേറൊരു ക്യൂട്ട് ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ട്രാൻസ്പാരൻറ്റ് മൊബൈൽ കവറും വരുന്നുണ്ട്. എല്ലാ ഫോണിൻ്റെ കൂടെ ഇപ്പോൾ വരുന്ന പോലെ തന്നെ ഒരു മൊബൈൽ കവറും ഉണ്ട്. അതേപോലെ യൂസേഴ്സ് മാനുവലും ഉണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ ഒരു സിം എജക്ടർ ഉണ്ട്. അത്രയും സാധനങ്ങളാണ് ഫസ്റ്റിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും USB കേബിളും. ചാർജിങ് കേബിൾ വരുന്നത് C ടൈപ്പ് കേബിളാണ് വരുന്നത്, സാധാരണ നോർമൽ കേബിളല്ല. ഇപ്പോൾ എല്ലാ ഫോണിലും വരുന്ന പോലെ C ടൈപ്പ് കേബിൾ. അതേപോലെ ഒരു 66 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ ഹെഡ്സെറ്റ്. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ ബോക്സിൽ വരുന്നത്. ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായി ചെയ്ത്, നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നാട്ടിൽ ഇതിനൊരു 25K, ബിറ്റ്വീൻ 25 and 22K ഉള്ളിൽ വരുന്നുണ്ട്. ഞാൻ മേടിച്ചത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിൽ ഇതിൻ്റെ പ്രൈസ് 1300 സംതിങ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. 8GB റോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫാസ്റ്റുമാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി. അത്യാവശ്യം ക്വാളിറ്റി ഡിസൈനൊക്കെ വരുന്നത് കർവായിട്ടാണ് വരുന്നത്. എഡ്ജസൊക്കെ കർവായിട്ടാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു സാധാ നോർമൽ ഫോൺ എന്ന് പറയാം. വലിയ പ്രൈസ് റേഞ്ചും ഇല്ല. ഒരു നോർമൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആൻഡ്രോയിഡ് ഫോൺ. ടൈം എടുക്കുന്നുണ്ട്. കുറച്ച് കാലം ഞാൻ യൂസ് ചെയ്ത് നോക്കി, എന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാങ്ങും കാര്യങ്ങളൊന്നുമില്ല. ചാർജും അത്യാവശ്യം നിൽക്കുന്നുണ്ട്. 4300 MHz ആണ് ബാറ്ററി വരുന്നത്. അതുപോലെ ഗൂഗിളിലൊക്കെ അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ LCD സ്ക്രീൻ സൈസ് വരുന്നത് 6.67 ആണ്. അതേപോലെ 64 MP ക്യാമറ, ബാക്ക് ക്യാമറ വരുന്നുണ്ട്. 6GB-ലും 8GB-ലും റാമുള്ള മൊബൈൽസ് അവൈലബിൾ ആണ്. നല്ല ബാറ്ററി 4300 MHz ഉണ്ട്. അത്യാവശ്യം യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഇതിൻ്റെ CPU വരുന്ന Octa-core ആണ്. അതുപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം ലേറ്റസ്റ്റ് 10.11 ആണ്. അതുപോലെ ഡുവൽ സിമ്മാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു സാധാ നോർമൽ ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. ഒരു ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല.
ഇത് നൈറ്റ് മോഡിലാണ് ഉള്ളതിപ്പോൾ. ഞാൻ എന്തായാലും ക്യാമറയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ ചെയ്യാം, മോർണിംഗിൽ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ല. എല്ലാ ഗൂഗിൾ സർവീസ് ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാ ആപ്സും ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ആപ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസെല്ലാം ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.